സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരണ്ട ഒരു പണി കൊടുക്കാൻ വേണ്ടി തന്നെ സോന ആൻ്റണി ഐസക്കിനെ ഡീൽ ചെയ്യാൻ വരുണിനെ ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ. അയാളുടെ കയ്യിൽ നിന്ന് എന്താണെങ്കിലും വരുൺ കണക്കിന് വാങ്ങിക്കുമെന്നും മിക്കവാറും അയാളുടെ കൈ കൊണ്ട് തന്നെ തീരും എന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണല്ലോ സോന അവിടെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഈ സമയത്തായിരിക്കും വരുണാണെങ്കിൽ ഐസക്കിനെ പറഞ്ഞ് ഹാൻഡിൽ ചെയ്ത് എല്ലാ കാര്യങ്ങളും അയാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത് അയാളെയും കൂട്ടി പുറത്തേക്ക് വന്നത്. അങ്ങനെ വരുൺ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയുന്നുണ്ട്, ഐസക് സാറിനോട് ഞാൻ എല്ലാ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. സാറിനിപ്പോൾ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ സാർ? പിന്നല്ലാതെ സോന മാഡം, എനിക്കിപ്പോൾ നിങ്ങളോട് ഒരു ദേഷ്യമില്ല. ഇയാൾ അത്ര നല്ല രീതിയിൽ തന്നെയാണ് എന്നോട് സംസാരിച്ചത്. സത്യം പറയാലോ, വരുണിപ്പോൾ ഒരാൾ നിങ്ങളുടെ കമ്പനിയിൽ മുമ്പേ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ കേസിന് പോലും പോകില്ലായിരുന്നു. എത്ര മാന്യമായിട്ടും അന്തസ്സോടും കൂടിയാണ് വരുൺ സംസാരിച്ചത്. എന്തു തന്നെ പറഞ്ഞാലും നിങ്ങളുടെ കമ്പനിയിൽ കിട്ടിയ വലിയൊരു അസറ്റ് തന്നെയാണ് വരുണിനെ പോലെ ഇത്രയും നല്ല പെരുമാറ്റമുള്ള ആൾ. ഇയാളിലൂടെ നിങ്ങളുടെ കമ്പനി ഉയരങ്ങളിലെത്തി. താങ്ക് യു മിസ്റ്റർ വരുൺ. അങ്ങനെ വരുണിനെക്കുറിച്ച് അയാൾ പുകഴ്ത്തി പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ സോനക്കാണെങ്കിൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഈ സമയം അവിടെ കൂടി നിന്ന മറ്റ് സ്റ്റാഫുകളെല്ലാം അതെല്ലാം കേട്ട് സന്തോഷിച്ച് വരുണിന് വേണ്ടി കൈയടിക്കുവാണ്. അതുകൊണ്ട് ദേഷ്യത്തിൽ അവിടെ നിന്നും കയറി പോകുവാണ് കേട്ടോ സോന. അങ്ങനെ വരുണും ഒത്തിരി സന്തോഷത്തോടെ നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ആറ്റുവാശ്ശേരിയിൽ രാധിക വിളക്കൊക്കെ കൊളുത്തി ഓണത്തിൻ്റെ തലേ ദിവസം പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കൊപ്പം നിൽക്കുന്നതാണ്. അതിനുശേഷം അവിടെ ജോലി ചെയ്യുന്ന ചേച്ചിമാർക്കൊക്കെ ഓണക്കോടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കിട്ടുമ്പോൾ അവർക്ക് സന്തോഷമാകുവാണ്. ആ ചേച്ചിമാർ പറയണേ, സത്യം പറയാലോ മോളെ, ഞങ്ങളെയും ഇതുപോലെ നിങ്ങളുടെ ഒരു കുടുംബക്കാരെ പോലെ ചേർത്ത് നിർത്തുമെന്നും ഓണത്തിന് ഇതുപോലെയുള്ള സമ്മാനങ്ങളൊക്കെ കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. മോൾക്കും മോളുടെ കുടുംബത്തിനും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും. ഞങ്ങൾ ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും ശരി മോളുടെ കൂടെ തന്നെ ഉണ്ടാകും. അന്നേരം രാധിക പറയുന്നുണ്ട്, അതെ, ജീവൻ വെച്ചുള്ള വാക്കുകളൊന്നും തൽക്കാലം വേണ്ട കേട്ടോ, അതൊക്കെ വളരെ വിലപ്പെട്ടത് തന്നെയാണ്. ഈ സമയം സന്തോഷത്തോടെ ദൈവം പറയണേ, എന്നാലും മോളെ ഇത്തവണത്തെ ഓണം നമുക്ക് സ്പെഷ്യൽ തന്നെയല്ലേ. നമ്മുടെ എല്ലാവരുടെയും തിരിച്ചുവരവിൻ്റെ കൂടിയല്ലേ ഈ ഓണം. വരുണിന് പുതിയ ജോലി കിട്ടി. മോൾക്ക് നഷ്ടപ്പെട്ടു പോയ ഓർഡറുകളെല്ലാം തിരികെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ആറ്റുവാശ്ശേരി സദ്യയുടെ പോയ പേരെല്ലാം തിരികെ വന്നില്ലേ. അച്ഛൻ പറഞ്ഞത് ശരിയാ എന്ന് പറഞ്ഞ് രാധികയും സന്തോഷത്തോടെ നിൽക്കണേ. അങ്ങനെ ആ ചേച്ചിമാരൊക്കെ സദ്യയുടെ ഒരുക്കത്തിനും മറ്റുമായിട്ട് സദ്യയുടെ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം പെട്ടെന്ന് രാധികയുടെ മുഖമൊക്കെ മാറുന്നുണ്ട്. പെട്ടെന്ന് രാധിക എന്തോ കാര്യമൊക്കെ ആലോചിച്ച് നിൽക്കുക. അത് കാണുന്നതും പറഞ്ഞു ചോദിക്കണേ, എടോ എന്തോ പറ്റിയടോ, എന്തോ തൻ്റെ മുഖം മാറിയത്, പെട്ടെന്ന് എന്തോ പറ്റി? അന്നേരം രാധിക പറയണേ, അത് ഇത്തവണത്തെ ഓണം എൻ്റെ ഇപ്പോൾ ആഘോഷിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച ഒരാളുണ്ടായിരുന്നു, എൻ്റെ അമ്മ. അച്ഛൻ പറഞ്ഞല്ലോ എല്ലാ കാര്യങ്ങളും തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നതാണെന്ന്. പക്ഷേ എനിക്കെൻ്റെ അമ്മയെ മാത്രം തിരികെ കിട്ടിയില്ലല്ലോ അച്ഛാ. അന്നേരം വരുൺ പറയുന്നുണ്ട്, എടോ താൻ വിഷമിക്കാതിരിക്കും. നമുക്കിപ്പോൾ ഓരോന്നോരോന്ന് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുമല്ലേ. ഉറപ്പായിട്ടും തൻ്റെ അമ്മയും തിരികെ വന്നിരിക്കും, എനിക്കുറപ്പുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ വരുൺ രാധികയെ ആശ്വസിപ്പിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ആശ്രമം കേട്ടോ. അവിടെയും ഓണത്തിന് വേണ്ടിയിട്ടുള്ള ആഘോഷങ്ങളുടെ ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുവാണ്. കുട്ടികളാണെങ്കിൽ എല്ലാവരും അതിൻ്റെ സന്തോഷത്തിലാണ്. ഈ സമയം അവിടെ ഉത്രാട വിളക്ക് ആരാ എടുക്കേണ്ടതെന്ന് നറുക്കിട്ട് തീരുമാനിക്കുവാണ് കേട്ടോ. എല്ലാ പ്രാവശ്യവും ഉത്രാട വിളക്കെടുക്കാൻ ഇതുപോലെ ഒരാളെ നറുക്കിട്ട് തിരഞ്ഞെടുക്കാറുണ്ട്. അങ്ങനെ ശങ്കർജിയും ഊർമിളയും അവിടുത്തെ മറ്റംഗങ്ങളും കുട്ടികളും എല്ലാവരും അതാരാണെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് കേട്ടോ. ഈ സമയം ശ്യാമയും ഒരു മൂലക്ക് മാറിയിരിക്കുന്നുണ്ടാവും. അന്നേരം നറുക്കിട്ട് ഒരു പേര് തിരഞ്ഞെടുക്കുവാണ്. അതിൽ വരുന്ന പേര് ഏഞ്ചൽ മേരി എന്നാണ് കേട്ടോ. അത് കേൾക്കുന്നത് മീനാക്ഷി മോളെ സന്തോഷത്തോടെ ശ്യാമയുടെ അരികിലേക്ക് ഓടി ചെല്ലണേ, അമ്മയാ ഉത്രാട വിളക്ക് എടുക്കാൻ പോകുന്നത്, വാ അമ്മേ. അന്നേരം ശങ്കർജി പറയണേ, മോളെ അമ്മയെ കൂട്ടിക്കൊണ്ടുപോ, വേഗം കുളിച്ച് റെഡിയായിട്ട് ഒരു ഏഞ്ചൽ, വിളക്കെടുക്കണ്ടേ. അങ്ങനെ ശ്യാമ അകത്തേക്ക് പോയി കുളിച്ചൊരുങ്ങി ശുദ്ധിയോടെ വന്ന് ആ ഉത്രാട വിളക്കെടുക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ആറ്റുവാശ്ശേരിയാണ് കേട്ടോ. അങ്ങനെ രാധികയും ചേച്ചിമാരും അച്ഛനും അമ്മയും മുത്തശ്ശിയും വരുണും എല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ച് സദ്യക്കുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയും മുത്തശ്ശിയും മാനേജറിനോടും പ്രൊഡക്ഷൻ കൺട്രോളോടും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ സമയം മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെ കാത്തിരുന്ന് എൻ്റെ പ്രിയങ്ക മോളുടെ സിനിമയുടെ റിലീസ്, അല്ല ഈ വലിയ വലിയ ആളുകളുടെ സിനിമയൊക്കെ റിലീസ് ചെയ്യുമ്പോൾ കുറേ പേരും അവരുടെ പാഠം വെച്ചിട്ട് അതിൻ്റെ മീതെ പാലഭിഷേകമൊക്കെ ചെയ്യില്ലേ. പ്രിയങ്ക മോളുടെ സിനിമ ഇറങ്ങുമല്ലേ നാളെ, അപ്പോൾ അവൾക്കും അതുപോലെയൊക്കെ വേണ്ടേ. അത് പിന്നെ മാഡം അങ്ങനെയൊക്കെ ചെയ്യുന്നത് വലിയ വലിയ സൂപ്പർ സ്റ്റാറുകളുടെ ഫാനുകളൊക്കെയാണ്. അതിനെന്താടോ, എൻ്റെ പ്രിയങ്ക മോൾ ഇപ്പോൾ വലിയ സൂപ്പർ സ്റ്റാറല്ലേ. നമ്മുടെ സിനിമയിൽ പ്രിയങ്ക ഇല്ലാതെ വേറെ ആരാ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ളത്? അതൊക്കെ ശരിയാ മാഡം. എന്നാലും ഈ സമയം പ്രിയങ്ക പറയണേ, മുത്തശ്ശി തൽക്കാലം ഇത് നമ്മുടെ ആദ്യത്തെ സിനിമയിൽ അത് സിമ്പിളായിട്ട് തന്നെ ഞങ്ങൾ റിലീസ് ചെയ്താൽ മതി. ഇനി വരുന്ന സിനിമകളിലൊക്കെ നമുക്കിതൊക്കെ ചേർക്കാം, എന്താ അതുപോലെ?
അന്നേരം ആ കൺട്രോളർ പറയണേ, അതെ മാഡം, അത് തന്നെയാണ് നല്ലത്. എന്താണെങ്കിലും ഈ ഒരു സിനിമ ഒന്ന് ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ തെലുങ്കിൽ നിന്നും ഹിന്ദിയിൽ നിന്നും തമിഴിൽ നിന്നുമൊക്കെ പ്രിയങ്ക മാഡത്തിന് നിറയെ കോളുകളായിരിക്കും, സിനിമകളുടെ ചാകരയായിരിക്കും. അങ്ങനെ അതൊക്കെ കേട്ട് സന്തോഷിച്ച് നിൽക്കുവാണ് കേട്ടോ പ്രിയങ്കയും സുകുമാരിയൊക്കെ. ഈ സമയം പ്രിയങ്ക പറയണേ, നാളെ എന്നാലും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദിവസമാണ്. ഞാൻ ഇത്രയും നാളും ആഗ്രഹിച്ച കാര്യം, ഞാനൊരു സിനിമാ നടിയാകാൻ പോകുവാണ് ശരിക്കും, അല്ലേ മുത്തശ്ശി? ഈ നാട് മുഴുവൻ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി, അതിനുവേണ്ടിയാണ് ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നത്. എൻ്റെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കുന്ന ദിവസമാണ് നാളെ എന്നും പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുവാണ് പ്രിയങ്ക. പിന്നീട് കാണിക്കുന്നത് ആശ്രമത്തിന് പുറത്ത് രാധിക വരുന്നതും കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ശങ്കർജിനെയാണ് കേട്ടോ. ഈ സമയം ഊർമിള അരികിലേക്ക് വരുന്നതും ശങ്കർജി ചോദിക്കണേ, ഊർമിളെ, രാധിക മോളെ വിളിച്ചായിരുന്നോ? ആ വിളിച്ചു ശങ്കർജി, അവരെത്താറായി എന്നാണ് പറഞ്ഞത്. അതെയോ? നമ്മുടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടില്ലേ? എല്ലാം ഭംഗിയായിട്ട് തന്നെ നടത്തണം, ഒക്കെ റെഡിയാണോ തിരുമേനി? അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും രാധികയുടെ കാർത്ത് വേണ്ടോ. അങ്ങനെ അവർ രണ്ടുപേരും അതിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക. അങ്ങനെ രാധികയെ കാണുന്നതും ശങ്കർജി വെൽക്കം ചെയ്യുക. ആ മോളെ, ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു. ഞാൻ ലേറ്റ് ആയിട്ടൊന്നുമില്ലല്ലോ? ഏയ് ലേറ്റ് ആയിട്ടൊന്നുമില്ല മോളെ. അങ്ങനെ രാധിക അവരോടെല്ലാവരോടും സാധനങ്ങളൊക്കെ ഇറക്കി വെക്കാൻ പറയുവാണ്. ഈ സമയം ശങ്കർജി പറയുന്നുണ്ട്, അതെ ഭക്ഷണമെല്ലാം റെഡിയാക്കി ഇവിടെ ഇറക്കി വെച്ചിട്ട് മോളങ്ങനെ പോകാനൊന്നും നിൽക്കല്ലേ, ഞങ്ങൾ വിട്ടില്ല കേട്ടോ. ഇവിടുത്തെ ഓണ സെലിബ്രേഷൻ എല്ലാം മോളും പങ്കുകൊള്ളണം. അയ്യോ അത് പിന്നെ ശങ്കർജി, ഇനി ഒരു എക്സ്ക്യൂസും പറയാൻ നിൽക്കണ്ട. മോളിവിടെ ഞങ്ങൾക്കൊപ്പം ഈ കുട്ടികൾക്കൊപ്പം ഇന്നത്തെ ഓണ പരിപാടിയിലുണ്ടാവണം. എന്താ സമ്മതമല്ലേ മോൾക്ക്? ശരി ശങ്കർജി, ഞാനിവിടെ തന്നെ ഉണ്ടാവും. ഊർമിളെ, മോള് കൂട്ടിച്ചില്ല. അങ്ങനെ ഊർമിളക്കൊപ്പം രാധിക അകത്തേക്ക് ചെല്ലുക. ഈ സമയം കുട്ടികളെല്ലാവരും കൃഷ്ണൻ്റെ വിഗ്രഹം ഒരുക്കാനായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ രാധിക കാണുന്നത്. അന്നേരം ഊർമിള പറയണേ, ഇതേ മുമ്പ് ഇവിടെ വെച്ചിരുന്ന കൃഷ്ണ വിഗ്രഹമോ പിന്നെ കുറേ നാളുകളായപ്പോൾ മാറ്റി വെച്ചിരിക്കുമായിരുന്നു. ഇപ്പോൾ കുട്ടികളെല്ലാം കൂടി കണ്ടുപിടിച്ചു, അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ചെറുക്കാൻ നോക്കുക ആണോ? അങ്ങനെ രാധികയും കുട്ടികളുടെ ഒപ്പം കൂടുക. അതെ ചേച്ചി ഒരുക്കി തേക്കട്ടെ ഈ കൃഷ്ണൻ്റെ വിഗ്രഹം. ചേച്ചി ഒരുക്കുമോ? പിന്നല്ലാതെ, ഇങ്ങതാ. അങ്ങനെ പറഞ്ഞ് രാധിക തന്നെ ആ കണ്ണൻ്റെ വിഗ്രഹം മനോഹരമായിട്ടൊക്കെ ഒരുക്കുവാണ്. അങ്ങനെ ഒരുക്കിയൊക്കെ കഴിഞ്ഞ് കുട്ടികളും രാധികയും സന്തോഷത്തോടെ നിൽക്കുമായിരിക്കും. ഈ സമയം ശങ്കർജിയും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ആ മോളെ, ആ ദേ ശങ്കർജി, ഇത് കണ്ടോ, ഈ ചേച്ചിയാണ് ഈ വിഗ്രഹം ഒരുക്കിയത്. ആഹാ കൊള്ളാലോ, അതിമനോഹരം, ഭംഗിയായിട്ടുണ്ട്. എന്നാൽ പിന്നെ എല്ലാവരും വാ. ആദ്യം തന്നെ ഇവിടെ അമ്പെയ്ത്ത് മത്സരമുള്ളത്, അതിലുള്ള കാര്യങ്ങളെല്ലാം റെഡിയായി. അമ്പെയ്ത്ത് മത്സരം? അതെന്താ സംഭവം എന്ന് രാധിക ചോദിക്കുക. അന്നേരം ശങ്കർജി പറയണേ, മോള് വാ, ഇപ്പം നേരിട്ട് കാണാമല്ലോ. അങ്ങനെ രാധികയും കുട്ടികളും അവരെല്ലാവരും കൂടി പുറത്തേക്ക് പോകുവാണ്. ഈ സമയം ശ്യാമയാണെങ്കിൽ റൂമിൽ തന്നെ കിടക്കുമായിരിക്കും കേട്ടോ. അങ്ങനെ ഊർമിള വന്ന് ശ്യാമനെ വിളിക്കുക. ഏഞ്ചൽ എഴുന്നേക്കൂ, അവിടെ ഓണത്തിൻ്റെ മത്സരങ്ങളൊക്കെ തുടങ്ങി. ഏഞ്ചൽ വരൂ, അവിടെ പോയിരിക്കാം. അങ്ങനെ ഏഞ്ചലിനെയും കുട്ടി ഊർമിള എല്ലാവരും നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു തൂണിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തുവാണ് ഏഞ്ചലിനെ. ഈ സമയം ഊർമിളയും അവിടെ നിന്ന് വന്ന് എല്ലാവർക്കൊപ്പം കളിയിലൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഈ സമയം കുട്ടികളിൽ ഓരോരുത്തരായിട്ട് അമ്പെയ്ത് ആ പൂക്കളത്തിന് നടുക്ക് വെച്ചിരിക്കുന്ന ഇലയുടെ ഉണ്ടല്ലോ അത് സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ്. രാധികയ്ക്ക് എങ്ങനെയാണ് കളിയെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ശങ്കർജി. അങ്ങനെ രാധികയും അതെല്ലാം കണ്ട് ആസ്വദിച്ച് നിൽക്കുവാണ്. ഒരു കുട്ടി അങ്ങനെ അമ്പെയ്ത്ത് മത്സരത്തിൽ ജയിക്കുവാണ്. ഇതിൻ്റെ ഇടയിൽ അമ്പ് ഇട്ടപ്പോഴേക്കും ഒരു തവണ അമ്പ് പറന്ന് നേരെ ശ്യാമ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയം ഞാനെടുക്കാമെന്നും പറഞ്ഞിട്ട് ആ അമ്പിൻ്റെ വില്ലെടുക്കാൻ വേണ്ടി രാധിക ശ്യാമയുടെ തൊട്ടരികി പോവുകയും അരികി നിൽക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ അവർ തമ്മിൽ കാണുന്നില്ല. അങ്ങനെ ആ മത്സരം കഴിഞ്ഞതും ശങ്കർജി പറയണേ, ഇനി അടുത്തതായിട്ടുള്ളത് ഉറിയടി മത്സരമോ? അതേക്കുമ്പോൾ രാധിക ചോദിക്കണേ, അല്ല ഉറിയടിക്ക് കൃഷ്ണനില്ലേ? അത്രയ്ക്ക് വലുതായിട്ടൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല, എന്നാലും ഇത്രയൊക്കെ ചെയ്തല്ലേ ശങ്കർജി. അപ്പോൾ ഒരു കൃഷ്ണനില്ലാതെ എങ്ങനെയാണ് ശരിയാവുന്നത്? തൽക്കാലം ഈ പ്രശ്നം ഞാൻ പരിഹരിക്കാം എന്ന് പറഞ്ഞ് കുട്ടികളെയൊക്കെ നോക്കുക. എന്നിട്ട് മീനാക്ഷിനെ വിളിക്കണേ, ഞാനേ മീനാക്ഷി മോളെ കൃഷ്ണനായിട്ട് ഒരുക്കി തരാം, വാ മോളെ എന്നും പറഞ്ഞ് മീനാക്ഷിനെയും കൂട്ടി രാധിക അകത്തേക്ക് ചെല്ലുവാണ്. ഈ സമയം ശ്യാമയും അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം ഒരിക്കും അവിടെ മുമ്പിൽ തന്നെ ഒരുക്കി വെച്ചിരിക്കുന്ന ആ കൃഷ്ണ വിഗ്രഹം കാണുന്നത്. അത് കാണുന്നതും ശ്യാമ അതിൻ്റെ അരികിലേക്ക് ചെല്ലുവാണ്. എന്നിട്ട് കൈകൂപ്പി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുക. പെട്ടെന്ന് ശ്യാമയുടെ മനസ്സിലേക്ക് മങ്ങിയ ചില ഓർമ്മകളൊക്കെ വരുവാണ്. രാധികയെ കൃഷ്ണൻ്റെ നടയിൽ വെച്ച് രാധിക തന്നെ തിരിച്ചറിഞ്ഞതും രാധിക തന്നെ അമ്മയെന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ച കാര്യങ്ങളൊക്കെ മങ്ങിയൊരു മങ്ങൽ പിടിച്ച ഓർമ്മയായിട്ട് ശ്യാമയുടെ മനസ്സിൽ തെളിയുന്നുണ്ട് കേട്ടോ. അന്നേരം ശ്യാമക്ക് തലക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയൊക്കെ തോന്നുവാണ്. ഇതേസമയം രാധികയാണെങ്കിൽ മീനാക്ഷി മോളെ കൃഷ്ണൻ്റെ വേഷത്തിൽ മനോഹരമായിട്ട് തന്നെ ഒരുക്കി അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുവരുവാണ്. അങ്ങനെ ഏഞ്ചലിന് വയ്യാതായത് കണ്ടിട്ട് ഊർമിള ഏഞ്ചലിനെ അവിടെ നിന്ന് എണീപ്പിച്ച് റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഈ സമയം വീണ്ടും രാധികയും ശ്യാമയും
തൊട്ടരികിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിലും അവർ കാണുന്നില്ല. അങ്ങനെ മീനാക്ഷിനെ കൃഷ്ണനായിട്ട് കൊണ്ടുവരുന്നത് കണ്ടിട്ട് ശങ്കർജിക്ക് ഒത്തിരി ഇഷ്ടപ്പെടുവാണ്ടോ. രാധികയെ അക്കാര്യം പറഞ്ഞ് ശങ്കർജി അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്ര മനോഹരമായിട്ട് മോള് ചെയ്തല്ലോ, ഞങ്ങൾ ഞെട്ടിച്ചു കളഞ്ഞു. അതിനുശേഷം എല്ലാവരും കൂടി ഉറിയുടെ മത്സരത്തിനായിട്ട് മുറ്റത്ത് വന്ന് നിൽക്കുവാണ്. അങ്ങനെ മീനാക്ഷി അവിടെ മുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന ഉറിയൊക്കെ അടിച്ച് പൊട്ടിക്കുന്നുണ്ട്. ഇതെല്ലാം റൂമിലിടുന്ന ശ്യാമയാണെങ്കിൽ ജനലിൽ കൂടി നോക്കിക്കണ്ട് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് വടംവലി മത്സരവും ബാക്കിയുള്ള എല്ലാ മത്സരങ്ങളും ഒക്കെ നടക്കുവാണ്. അതെല്ലാം കഴിഞ്ഞ് എല്ലാവർക്കുള്ള ഓണസദ്യ രാധികയും ചേച്ചിമാരും ചേർന്ന് വിളമ്പി വെക്കുവാണ്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുവാണ്. ഈ സമയം ഒരു ചേച്ചി വന്ന് ശ്യാമക്കുള്ള ഭക്ഷണം വാങ്ങുക. അതെ, ഒരാൾ തീരെ വയ്യാതെ അവിടെ റൂമിൽ കിടക്കുക. അപ്പോൾ ഏഞ്ചലിനുള്ള ഭക്ഷണം അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി കൊടുക്കാം അല്ലേ തിരുമേനി? ആ, എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ. അത് കേട്ട് രാധിക പറയണേ, അങ്ങനെയാണെങ്കിൽ ചേച്ചി ഇരുന്നോ, ഈ ഭക്ഷണം ഞാൻ തന്നെ അവരുടെ മുറി കൊണ്ട് കൊടുത്തോളാം. അങ്ങനെ പറഞ്ഞ് രാധിക ആ പ്ലേറ്റ് വാങ്ങിച്ച് അവിടെ നിന്നും പോകാൻ നിൽക്കുമായിരിക്കും. ഈ സമയം മീനാക്ഷി മോളെ എഴുന്നേക്കുക. എന്നിട്ട് പറയണേ, അതിന് തന്നേക്ക് ചേച്ചി, ഞാൻ കൊടുത്തോളാം. അതെ, എൻ്റെ അമ്മയാ എന്നും പറഞ്ഞ് മീനാക്ഷി അവിടെ നിന്നും പോകുവാണ്. അന്നേരം ശങ്കർജി പറയുന്നുണ്ട്, മോളെ അത് കാര്യമൊക്കെ ഉണ്ട്, ആ ഏഞ്ചലും മീനാക്ഷിയും അമ്മയും മോളെ പോലെ തന്നെയാണ്, രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് മീനാക്ഷി മോൾ അങ്ങനെ പറഞ്ഞത്. സാരമില്ല ശങ്കർജി. അങ്ങനെ പറഞ്ഞ രാധിക ബാക്കിയുള്ളവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുവാണ്. ഈ സമയം ശ്യാമയാണെങ്കിൽ റൂമിൽ കിടക്കുമായിരിക്കും. അങ്ങനെ മീനാക്ഷി വന്ന് ശ്യാമ എണീപ്പിക്കുക. അമ്മേ എഴുന്നേറ്റ് വാ, നമുക്ക് സദ്യ കഴിക്കണ്ടേ. മോൾ അവർക്കൊപ്പം ഇരുന്ന് കഴിച്ചോ? ഏയ് വേണ്ട, ഞാൻ എൻ്റെ അമ്മക്കൊപ്പം ഇരുന്ന് കഴിക്കൂ. ദാ ഞാൻ അമ്മക്ക് വാരിത്തരാം എന്ന് പറഞ്ഞ മീനാക്ഷി ശ്യാമക്ക് ഭക്ഷണമൊക്കെ വാരി കൊടുക്കുവാണ്. ശ്യാമക്ക് ഒത്തിരി സന്തോഷമാകുവാണ് കേട്ടോ. ശ്യാമയും തിരിച്ച് മീനാക്ഷിക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ട്. ഇതേ സമയം അവിടെ രാധിക ശങ്കർജിയുടെ ആശ്രമത്തിൽ കൊണ്ടുചെന്നാക്കിയ അമ്മയുണ്ടല്ലോ, അവർ സങ്കടപ്പെട്ടിരിക്കുക. മോളെ, ഈ വയസ്സാം കാലത്ത് എൻ്റെ മക്കളൊക്കെ ഇതുപോലെ ഓണത്തിന് എനിക്ക് സദ്യ വാരി തരുന്ന കാര്യമൊക്കെ ഞാൻ സ്വപ്നം കണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഒന്നുമില്ല, അവരെല്ലാവരും തന്നെ എന്നെ അടിച്ചിറക്കി വിട്ടില്ലേ എന്നും പറഞ്ഞ് സങ്കടപ്പെടുക. അന്നേരം രാധിക പറയണേ, അതിനെന്താ അമ്മ ഇപ്പം എന്തിനാ അതൊക്കെ ഓർത്ത് വിഷമിക്കുന്നത്? ഇപ്പം എന്താ അമ്മയ്ക്ക് ഈ ഭക്ഷണം വാരി തരണം, അതിന് മോളായിട്ട് ഇപ്പം ഞാനില്ലേ, ഞാൻ വാരി തരില്ലേ എൻ്റെ അമ്മക്ക് എന്നും പറഞ്ഞ് രാധിക തന്നെ ആ ഭക്ഷണം എടുത്ത് ആ അമ്മക്ക് വാരി കൊടുക്കുവാണ്. അന്നേരം അമ്മയുടെ മനസ്സ് കണ്ണൊക്കെ നിറയുവാണ് കേട്ടോ. എന്നിട്ട് ആ അമ്മയും രാധികയ്ക്ക് തിരിച്ച് വാരി കൊടുക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാവരും ഓണമൊക്കെ ആഘോഷിക്കുവാണ്. ഈ സമയം മീനാക്ഷിയാണെങ്കിൽ ശ്യാമയ്ക്ക് ഇങ്ങനെ ഭക്ഷണം വാരി തന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്യാമയുടെ മനസ്സിൽ വീണ്ടും രാധികയുടെ ഓർമ്മകൾ വരുവാണ്. അന്ന് അവസാനമായിട്ട് താൻ രാധികയ്ക്ക് വാരി കൊടുത്തതും രാധിക തിരിച്ചു വാരി തന്നതും ഒക്കെ ഒരു ഭംഗിയ ഓർമ്മയായിട്ട് വീണ്ടും വീണ്ടും ശ്യാമയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും തലവേദന സഹിക്കാനാവാതെ ശ്യാമ കിടക്കുവാണ്. ഈ സമയത്തായിരിക്കും രാധിക അതുവഴി പോകുമ്പോൾ ശ്യാമയുടെ റൂം കാണുന്നത്. അങ്ങനെ ശ്യാമയാണെങ്കിൽ അവിടെ തിരിഞ്ഞു കിടക്കുമായിരിക്കും. രാധിക അങ്ങനെ ആ റൂമിലേക്ക് കയറി ചെല്ലുക. ഏഞ്ചലിനെ തോളത്ത് തട്ടി വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും പിന്നെ വേണ്ടാന്ന് വെച്ച് അവിടെ ഭക്ഷണം കഴിച്ചിരുന്ന പ്ലേറ്റ് ഉണ്ടല്ലോ, അതെടുത്തുകൊണ്ട് രാധിക അവിടെ നിന്നും പോകുവാണ്. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് അവരവരുടെ പാത്രങ്ങളും മറ്റു സാധനങ്ങളൊക്കെ വണ്ടിയിലാക്കി ശങ്കർജീനോടും ബാക്കിയുള്ളവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുവാണ്. അങ്ങനെ ആ അമ്മയോട് രാധിക പറയണേ, അമ്മേ തൽക്കാലം ഞാൻ ഇറങ്ങുക, ഇനി ഇടയ്ക്കൊക്കെ വരാട്ടോ. എന്നാലും മോളെ, ഈ ഓണത്തിന് തന്നെ അമ്മയെ കാണാനായിട്ട് മോളെത്തിയില്ലേ? എൻ്റെ അമ്മ ഇവിടെ ഉള്ളപ്പോൾ എനിക്കങ്ങനെ വരാതിരിക്കാൻ പറ്റുമോ? ഇടയ്ക്കിടയ്ക്ക് മോൾ വരണം കേട്ടോ. പിന്നെ ഞാൻ തീർച്ചയായും വരും. അമ്മേനെയും ഇവിടെയുള്ള കുട്ടികളെയും ശങ്കർജീനെയും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാവരെയും കാണാനായിട്ട് ഞാൻ ഇടയ്ക്ക് എന്താണെങ്കിലും വരാൻ കേട്ടോ. പിന്നീട് ശങ്കർജിയോടും ഊർമിളയോടും ഒക്കെ സംസാരിച്ച് നിൽക്കുവാണ് രാധിക. എല്ലാവരും രാധിക ഉണ്ടാക്കിയ ഭക്ഷണത്തിനെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം തന്നെയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ അവർ സംസാരിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ അമ്മ അവിടെ നിന്ന് നേരെ ഏഞ്ചലിൻ്റെ അരികിലേക്ക് ചെല്ലുക. ഏഞ്ചലെ വന്നേ, ഞാൻ പറഞ്ഞില്ലേ എന്നെ മോളെപ്പോലെ ഒരു കുട്ടിയുണ്ടെന്ന്. എന്നെ ഇവിടെ ആക്കിയ എൻ്റെ മോള്, ആ മോളിവിടെ സദ്യ കൊണ്ടുക്കാൻ വന്നിരുന്നു. ഏഞ്ചൽ വാ, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ പറഞ്ഞ് ശ്യാമയും കൂട്ടി ആ അമ്മ മുറ്റത്തേക്ക് വരുവാണ്. എന്നാൽ ശ്യാമ അവിടെ എത്തുമ്പോഴേക്കും രാധിക കാറിൽ കയറി അവിടെ നിന്നും പോയിട്ടുണ്ടാകും കേട്ടോ. അന്നേരം ശങ്കർജിയുടെ അരികിലെത്തിയ ആ അമ്മ പറയണേ, അയ്യോ മോള് പോയോ ശങ്കർജി? അതേലോ, ഇപ്പോൾ പോയതേ ഉള്ളൂ. എന്തു പറ്റി? അയ്യോ ഞാനേ എൻ്റെ മോളെ ഏഞ്ചലിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ട് വന്നതായിരുന്നു. അത്രേ ഉള്ളോ? സാരമില്ല, രാധിക മോൾ ഇനിയും വരുമല്ലോ, അപ്പം ഏഞ്ചലിനെ കാണിക്കും, പരിചയപ്പെടുകയും ഒക്കെ ചെയ്യാം. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് അവിടെ ആറ്റുവാശ്ശേരിയിൽ തിരിച്ചെത്തിയ രാധിക അവിടെ ആശ്രമത്തിൽ നടന്ന കാര്യങ്ങളും അവിടെ നടന്ന ഓണ സെലിബ്രേഷനെ കുറിച്ചും ഒക്കെ പറയുവാണ്. അന്നേരം രാധിക പറയുന്നുണ്ട്, ഞാൻ അഗതി മന്ദിരത്തിലേക്ക് കയറി ചെന്നപ്പോൾ എനിക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു സ്ഥലത്ത് കയറി ചെന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നീട് അവരെല്ലാവരും കൂടി ഓണസദ്യ കഴിക്കുന്നതും
അച്ഛൻ രാധികയ്ക്ക് ഭക്ഷണം വാരിക്കൊടുക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് സാറയുടെ വീടാണ് കേട്ടോ. അവിടെ സാറയുടെ വീട്ടിലും എല്ലാവരും ഓണസദ്യ കഴിക്കാനായിട്ടിരിക്കുവാണ്. അങ്ങനെ സോന അവിടെ ഡൈനിങ് ടേബിളിൽ തന്നെ സദ്യയൊക്കെ ഒരുക്കി സദ്യ കഴിക്കാനായിട്ടിരിക്കുന്നുണ്ട്. ഈ സമയം സാറ തൻ്റെ ചേച്ചിയോ മറ്റോ ആണെന്ന് തോന്നുന്നു വീൽ ചെയറിലിരിക്കുന്ന ഒരു സ്ത്രീയെയും കൂട്ടി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ആ സ്ത്രീയെ അവിടെ ഇരുത്തി സദ്യ കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അവർ. സോന മിക്കവാറും ഈ ചേച്ചിയുടെ മകളാകാനാണ് സാധ്യത. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കേനെയും സുകുമാരിനെയാണ് കേട്ടോ. അങ്ങനെ പ്രിയങ്കയുടെ സിനിമയുടെ റിലീസായിരുന്നല്ലോ. പടം എന്നാണെങ്കിലും 8 നില പൊട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പ്രിയങ്കയും മുത്തശ്ശിയും കൂടി റൂമിൽ വന്നിരുന്ന് ഭയങ്കര കരച്ചിലാണ്. പ്രിയങ്കയാണെങ്കിൽ ആകെ കരഞ്ഞു വിളിക്കുവാണ്. അങ്ങനെ പ്രിയങ്കയുടെയും സുകുമാരിയുടെയും അഹങ്കാരത്തിനുള്ള തിരിച്ചടി അവർക്ക് കിട്ടിത്തുടങ്ങിയിരിക്കുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്ത വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്